മോൾ പറ. ഫസ്റ്റ് ഒരു സിനിമയാണേ, മലയാളം. ലവ്. ആക്ഷനോ? ലവ് ആക്ഷൻ ഡ്രാമ. അപ്പൊ ഇത് അമ്മൂമ്മ കാണിക്കട്ടെ. അയ്യോ, ചിലപ്പോ അത് കുറച്ച് പഴയത് അമ്മൂമ്മയുടെ കാലത്തുള്ള. മോളൊരു പുതിയ പടം പറയാം അമ്മൂമ്മ. സോറിയേ, പുതിയ പടം പറയാം കേട്ടോ. എങ്ങനെ കാണിക്കും? മോൾ എത്ര പെട്ടെന്നാ കാണിച്ചത്. എങ്ങനെ കാണിക്കട്ടെ അമ്മൂമ്മയൊക്കെ ആലോചിക്കട്ടെ. കാണിക്കാം. കണ്ണു തുറന്നു. അത് വട്ടം. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കാണിക്കാനാണ്. ചിരി. കൊച്ചമ്മ ചായ. എന്താണ് അവര് ചൂടില്ലാത്തത്? നല്ല ചൂടുണ്ട് കൊച്ചമ്മ. ചായയുടെ കാര്യമല്ല പറഞ്ഞേ, നിന്റെ പറച്ചിലൊരു ചൂടില്ലല്ലോ. എങ്ങനെ ചൂടുണ്ടാവും കൊച്ചമ്മ? ഒരു വശത്ത് പ്രതീക്ഷ കുഞ്ഞിന്റെ ഭീഷണി, മറുവശത്ത് രമണിയെ കാണാത്തുള്ള വിഷമം. ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് കൊച്ചമ്മ. രമണിയെ കാണാതെ വിഷമിക്കുന്നതിനാ നിനക്ക് പോയി കണ്ടുകൂടെ? അല്ല, രമണി അവിടെ ഇല്ല. രമണിയുടെ ഭർത്താവ് ജയിലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നോക്കാൻ പോയതാണെന്ന് തോന്നുന്നു കൊച്ചമ്മ. രമണിയുടെ ഭർത്താവ് എവിടുന്നോ വരട്ടെ, അതിന് നിനക്ക് രമണിയെ കാണുന്നുണ്ട് എന്തുവാടാ? അങ്ങോട്ട് പോയി കാണണം. അല്ല, സിംഹത്തിന്റെ മണയിൽ ആരെങ്കിലും ചെന്ന് കയറോ? ഓ, രമണിയെ കാണാൻ ചെല്ലുന്നത് എന്തെന്ന് അയാൾ നിന്നെ പിടിച്ചൊക്കെ തിന്നുവോ? ഇല്ല. എടാ, ആണുങ്ങളായ കുറച്ച് ധൈര്യം വേണം. ഞാൻ രമണിയെ കാണാൻ വന്ന ഒന്ന് വിളിച്ചാട്ടവളെ ഇത് പറയണം. അങ്ങനെ പോവാം. പക്ഷേ എന്റെ കൂടെ കൊച്ചമ്മയും കൂടെ വേണം. അപ്പോഴേ എനിക്ക് നല്ല ധൈര്യം. കൊച്ചമ്മ ഈ പരുവത്തിൽ? അതെ. എനിക്ക് ഇതിനകത്തേ നടക്കാൻ വയ്യ. എങ്ങനെടാ നിന്റെ കൂടെ ഞാൻ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് വരുന്നത്? കൊച്ചമ്മ, വേറൊരു കാര്യം. കൊച്ചമ്മ വിചാരിച്ചാൽ നടക്കും, കൊച്ചമ്മ വിചാരിച്ചാലേ നടക്കുള്ളൂ. കൊച്ചമ്മ വിളിച്ചു പറഞ്ഞിട്ട് എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ പറ്റുമോ? CIO, SIO, DGP അങ്ങനെ ആരെങ്കിലും മതി എന്റെ കൂടെ. പോലീസ് പ്രൊട്ടക്ഷൻ? നീ ആര്? നീ VVIP പോലീസ് പ്രൊട്ടക്ഷൻ തരാനായിട്ട്? അല്ല, കൊച്ചമ്മേടെ വീട്ടിലുള്ള വേലക്കാരനായതുകൊണ്ട് ഞാൻ VVIP ആണല്ലോ. അത് ശരി, നല്ല സംഭവം. എന്താണെന്നറിയോ, ഈ പോലീസ് പ്രൊട്ടക്ഷൻ കൂടെ വരുന്ന പോലീസുകാര് ചിലപ്പോ നിന്റെ ഈ മിടുക്കും സാമർഥ്യവും കവിത എല്ലാം കൂടെ കേട്ട് പാടിച്ച് നിന്നെ ഒരൊറ്റ അടിക്ക് താഴെ ഇടും. അല്ല, ഞാൻ പുള്ളിയെടുത്ത് പറയാം, ഞാൻ ലോകം അറിയുന്ന 10 പേർ അറിയുന്ന കവിയാണെന്ന് പറയാം. അല്ല, അതാ പറഞ്ഞ ഏത് തരത്തിൽ പറയാന്നുള്ളതാ. കവിത പാടി കേൾപ്പിച്ചതില്ല അറിയുള്ളൂ ഇത് കവിതയാണ്. കേൾക്കുന്നതോടെ നിന്റെ അന്ത്യമായിരിക്കും പോലീസുകാരെ കൊണ്ട്. ഞാൻ പോണു കൊച്ചമ്മ. എന്ത് പറഞ്ഞാലും കൊച്ചമ്മ എന്നെ കളിയായിക്കൊണ്ടിരിക്കുക. എടാ, കളിയാക്കുന്ന ഇതുള്ള കാര്യമല്ല. നീ എന്തെന്ന് പറഞ്ഞത്? ഈ ലോകപ്രശസ്തനായ കവിതൊക്കെ നീ പറഞ്ഞ എങ്ങനെ? ചേടാ, എന്ത് ചെയ്യാൻ നോക്ക് മോളെ. ഞാൻ പിണങ്ങി പോവാണാ? അല്ല അല്ല, സന്തോഷത്തോടെ പോവാ. അയ്യോ, VVIP ലോകപ്രശസ്ത കവി. പാവല്ലേ അച്ഛമ്മ മുത്തുവങ്കള്? എന്റെ പൊന്നു മക്കളെ, ഈ പോയ പാവം ഉണ്ടല്ലോ, ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ എന്റെ പൊന്നുമോക്ക് അറിയാൻ വയ്യായേ. മക്കളെ, ഇത് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ കേട്ടോ. പോലീസ് പ്രൊട്ടക്ഷനിൽ പോവാൻ പറ്റിയൊരു കവി ആരിത്? സാറേ, 2 കൂമ്പുണ്ട് തോരൻ വൈ സാർ. സാറ് തോരൻ വയ്ക്കുമ്പോ 2 ചെറുപയർ കൊണ്ടിട്ട് തോരൻ വെച്ച് കഴിച്ചു നോക്കണം സാറൊന്ന്. എനിക്ക് കൂമ്പേ വേണ്ടല്ലോ, പിന്നെ എന്തിനു ഞാൻ ചെറുപയർ ഇടണത്? സാറേ, വിറ്റാമിൻ അടങ്ങിയ സാധനമാണ് സാറേ ഇത്. ചേട്ടാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ സാറേ, ഇത് രാത്രി 2 എണ്ണം അടിക്കുമ്പോ ഇതിന്റെ ടച്ചസ് ആയിട്ട് ഉപയോഗിച്ചൂടെ അങ്ങോട്ട്? എന്നെ കണ്ട കള്ളുകൂടിയനാണെന്ന് തോന്നുന്നു. സാർ ഇതെന്തിന് പറയുന്നത്? ഇതൊക്കെ പറയുന്നത് ഒരു ആണുങ്ങൾക്ക് ഉള്ള ഇതല്ലേ ഇത്? അങ്ങനത്തെ ആണത് എനിക്ക് വേണ്ട സാറേ. വീണ്ടിയുണ്ട്, നല്ല വീണ്ടിയാണ് ഇതൊക്കെ. നമ്മളെ കരളിലുള്ള പൊടി, ഈ കല്ല്, ഇതെല്ലാം ദ്രവിച്ചു പോണ സാധനമാണ് സാറേ ഇത്. ഇതെത്ര? 100 രൂപ. 100 രൂപയാ? 2 എണ്ണം സാറേ, 2 കൂമ്പിന് 100 രൂപ. ഈ ചെറിയ 2 കൂമ്പിന് 100 രൂപയാ? ഞാൻ കൂടി പോയ 50 രൂപ തരും. എനിക്ക് 1 എണ്ണം തരാം. ഒരെണ്ണമൊന്നുമല്ല, 2 എണ്ണത്തിന് കൂടെ 100 രൂപ. അല്ല അല്ല, 50 രൂപ. അതെന്നെ ഞാനും പറയാം, 2 എണ്ണം. അല്ലല്ല, 50 രൂപ. ശരി, 50 നഷ്ടമാണ് സാറേ. എന്റെ 50 50. 50 നഷ്ടമാണ് സാറേ.
സാറേ സാറിന്റെ അനിയന്റെ അടുത്തൊന്ന് പറയണം മറ്റവനായിട്ടുള്ള കമ്പനി ഒന്ന് നിർത്തിയേക്കാം. ആരുമായിട്ട്? മറ്റേ മുടിയനുമായിട്ട്. അന്ന് അവൻ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെയാണ് ഞാനിവിടെ അറിഞ്ഞത്. ഇവിടെ കടത്തിനെ വന്നിരിക്കുന്നവര് പറയുന്നതാണത്. ഞാൻ പറഞ്ഞല്ല അത്. സാറിന് അവനെ കാണുമ്പോ അതൊന്നും പറഞ്ഞളയരുത്. പറയാനല്ലേ പറ്റുള്ളൂ. അതൊക്കെ അനുസരിക്കണമെങ്കിൽ അവനും കൂടെ വിചാരിക്കണം. എന്തായാലും 50 രൂപ എന്തായാലും അത് കുറഞ്ഞു പോയി സാറേ. പോട്ടെ, അത്രയൊക്കെ മതി. അത് നഷ്ടമാണ് സാറേ. എന്റെ വീട്ടിലാണ് എച്ചിത്തനത്തിന് ഒരു കുറവും ഇല്ല. പിന്നെ അല്ല പോട്ടെ, അവന്റെ വിളയിൽ നിന്ന് എടുത്ത വിളയ്ക്ക് 50 രൂപയ്ക്ക് 50. മുത്തണ്ണ എന്തെടുക്കാ? കത്തിരിക്കരിയുന്നു. ഞാൻ മുത്തണ്ണോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാ വന്നെ. പറഞ്ഞോ. അത് മുത്തണ്ണ കുറച്ചുകൂടെ നീറ്റ് ആവണം. മനസ്സിലായില്ല. എന്ന് വെച്ചാ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ടും വൃത്തിയോടെയൊക്കെ ചെയ്യണമെന്ന്. ആഹാര രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് അമ്മയ്ക്കും പിങ്കുമോക്കും എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വൃത്തിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ദിവസം 2 നേരം ഞാൻ നിങ്ങളെ കണക്കല്ല, വൃത്തിയായിട്ട് കുളിക്കുന്ന ഒരാളാണ്. പിന്നെ കുളിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറുന്നത്. അടുക്കളയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ കുളിക്കും. പിന്നെ കൊച്ചമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നതേ നിങ്ങളെല്ലാം മുഖേന. ഇതിപ്പോ ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പിന്നെ അമ്മയ്ക്ക് മനസമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, കൊച്ചമ്മയ്ക്ക് മനസ്സമാനമില്ല. എപ്പോഴും പ്രസവപൂഞ്ഞുമായിട്ട് ഉടക്കുണ്ടാക്കുന്നു, ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ ചെന്നിരിക്കുന്നു. ഇതൊക്കെയല്ലേ എങ്ങനെ സമാനം ഉണ്ടാവും കൊച്ചമ്മയ്ക്ക്? അതിപ്പോ വഴക്കിട്ട് പോയി എന്നുള്ളത് ആരാ പറഞ്ഞേ? പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കണമെന്ന് തോന്നി, ഞാൻ പോയി നിന്നു, തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അല്ല, മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് പോട്ടെ, സുരഭിയായിട്ട് വഴക്കുണ്ടാക്കുന്നതോ? അതന്നല്ലേ, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, ഇവിടെ സുരഭി ഇല്ലല്ലോ. ആ, സുരഭി ഉണ്ടെങ്കിലും വഴക്കുണ്ടാക്കുമല്ലോ. എന്തായാലും മുത്തോണ്ണ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സമ്മതിച്ചു തരുന്നില്ല. അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും സമ്മതിച്ചു തരുന്നില്ലല്ലോ. ഉണ്ടോ? മുത്തോണ്ണ ഒരു തർക്കത്തിന് വേണ്ടി പറഞ്ഞൊന്നുമല്ല. മുത്തോണ്ണൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് വൃത്തിയോടെയൊക്കെ തവികളൊക്കെ കറികളിൽ ഇടുക, അതൊക്കെ ഒന്ന് നോക്കി കണ്ട് ചെയ്താൽ മതി. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ശരി ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കുഞ്ഞ് അടുക്കള പറഞ്ഞങ്ങ് ഏറ്റെടുത്തോ. കുഞ്ഞെ ഇനി മുതൽ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കുഞ്ഞ് നോക്കിയാൽ മതി. പിണങ്ങാൻ പറഞ്ഞതല്ല. അല്ല, ഞാൻ പറഞ്ഞതാണ്. ഞാനങ്ങ് പോവാണ്. മുത്തോണ്ണൻ അപ്പൊ പിണങ്ങി പോവാണോ? ഞാൻ എവിടെ പിണങ്ങി പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോവാൻ? ഞാൻ ഒരിടത്തും പോകുന്നില്ല. ഞാൻ ഇന്ന് മുതൽ പുറം പണി ചെയ്തോളാം. അകം പണി മൊത്തം കുഞ്ഞങ്ങ് ചെയ്തു. അല്ല, അത് വേണ്ട. അല്ല, അത് വേണം. അങ്ങ് ചെയ്താൽ മതി. ആകാരാകുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയേ. മുത്തോണ്ണ അങ്ങനെ പോവല്ലേ? വിളിച്ചാൽ മതി. എനിക്ക് തന്നെ പണിയായല്ലോ. എന്ത് ചെയ്യാനാ ഇതിപ്പോ എടുത്തതങ്ങേര്? മുത്തോണ്ണ, ആത്മാർത്ഥ ഇല്ലാത്ത പോലും, ആത്മാർത്ഥ ഇല്ലാതെ, വൃത്തിയില്ല പോലും, വൃത്തിയില്ല, ഒരു മനസാക്ഷിയില്ല, ഒരു മനുഷ്യത്വം ഇല്ല. അങ്ങ് പറയണം ഒരു മനുഷ്യനെ. അല്ലെങ്കിൽ ലക്ഷ്മിക്കുഞ്ഞ് എന്നെ കണ്ണീറിയ കണ്ടുകൂടാ. നമ്മളെന്തെങ്കിലും കണ്ട് പറഞ്ഞു പോയാൽ അത് കുറ്റം. വല്ലാത്തൊരു അവസ്ഥ തന്നെ എൻ്റെ പൊന്നേ. തലവേദന എടുക്കും. ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എന്നാ ഞാൻ എവിടെ പോവാൻ? നല്ല കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഔഷധ ഗുണമുള്ള സാധനമാണ്. തോരൻ വെക്കാം. ഒരു കൂമ്പും തോരൻ വയ്ക്കുന്നില്ല. അതെന്താ? ഇവിടെ വൃത്തിയില്ലാതുള്ള ആഹാരം വയ്പ് നിർത്തി. അണ്ണാ, നിങ്ങൾ കാര്യം എന്തോന്ന് തെളിച്ചു പറ. നമ്മളെ ലക്ഷ്മി കുഞ്ഞെ വന്നെൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ വയ്ക്കുന്ന ആഹാരത്തിന് വൃത്തിയില്ല, അതുകൊണ്ടാണ് ഇവിടുത്തെ കൊച്ചമ്മയ്ക്ക് അസുഖം ഉണ്ടാകുന്നത്, പിങ്കിമോക്ക് അസുഖം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ പണി അങ്ങ് നിർത്തി. അണ്ണാ, അത് അപ്പ അവളുടെ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു. അണ്ണാ, അതൊക്കെ എന്തിനിങ്ങനെ എടുത്തു വെക്കണത്? അത് കൊള്ളാം. അപ്പൊ എന്തും അങ്ങ് പറയാന്നല്ലേ? നമ്മൾ ഒരു വേലക്കാരനായതുകൊണ്ട് എന്തും അങ്ങ് പറയാന്നുള്ളത്. എന്റെ പ്രൊഫഷനാണ് പറഞ്ഞത്. പ്രൊഫഷനെ അറിയാമോ? എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ഒരു കവിയാണ്. അതെന്ത് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് ഐ ഫീൽ നോ കുക്ക്. അത് വിട് അണ്ണാ, ആ കാര്യം കളാ. ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം. ഇപ്പൊ ഇത് കൊണ്ടുപോയി. ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു വക ഉണ്ടാക്കുന്നില്ല. തവി, കത്തി, എല്ലാ സാധനങ്ങളും ഞാൻ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഉപകരണങ്ങളെയാണ് കുറ്റം പറഞ്ഞത്, അറിയാമോ? അത് വിടണേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കാം. ഇനി ഇങ്ങനെ അവളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പോരെ? അതുകൊണ്ട് ഞാൻ സംസാരിച്ചെല്ലാം സെറ്റിൽ ചെയ്ത് തരാം. എന്നിട്ട് അണ്ണ ഇപ്പൊ ഇത് വഹിക്കും. ഞാൻ വയ്ക്കുന്നില്ല. ഇനി ഈ കൂമ്പ് കാരം വെച്ചിട്ട് വേണം ഇതിനെ പറ്റി കുറ്റം പറയാൻ. പറമ്പിൽ കിടന്ന് യാതോ കൂമ്പോട്ടാക്കി വന്നേക്കുന്നു. മുത്തോണം പോയാ? പോയി. നീ എന്തോന്നാ പാവ മനുഷ്യനെ പറഞ്ഞത്?
ഞാന് അടുക്കളയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ട് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. എടി അതെല്ലാം അയാൾ കറക്റ്റ് ആയിട്ടല്ലേ ചെയ്തോണ്ടിരിക്കണം. എത്ര വർഷമായിട്ട് നിൽക്കണ മനുഷ്യൻ. ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. ഓ, വലിയൊരു ഹൈജീനിക് കാര്യം വന്നിരിക്കണം. നീ ഒരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുപോയി തോര ഉണ്ടാക്കും. ഇനി അയാൾ ഒരു വക വെക്കൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശോഭേട്ടാ, അവിടെ ഇല്ലല്ല. ആരറിഞ്ഞു? നമ്മുടെ അടുക്ക് എന്തെങ്കിലും പറയോ? വരുന്ന പോകുന്നു. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ മമ്മി. എന്തോന്ന് മക്കളെ എത്ര അത്യാവശ്യം? എന്തോന്ന് അത്യാവശ്യം? എന്തോന്ന്? എന്തുവാടെ? രമണി വന്നിട്ടുണ്ട്. പ്രതീഷിന്റെ ആഗ്രഹപ്രകാരം ഇന്ന് അവളെ പൊക്കാം. എന്റെ മോളെ കൊലക്കൂട് കൂടാ. ചെറിയ കൊച്ചനല്ലേന്ന് വിചാരിച്ച് നിങ്ങൾക്ക് രമണി ആരെന്ന് അറിയാമോ പെണ്ണുപിള്ളേ? നീ കൊണ്ടുനടക്കണവന്മാരെ ഞാൻ അറിയണ എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കില്ല കേട്ടാ. ആ രമണിയുടെ ഇരിക്കുകയാണ് ഇവിടുത്തെ പ്രതീഷിന്റെ പാസ്പോർട്ട്. അത് മേടിക്കാനായിട്ട് ഞാനും അവനും കൂടെ തേരപ്പാര നടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇന്ന് അവളെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. വെറുതെ നേരത്തെ പറയണ്ടേ? ഞാൻ എങ്ങനെ അറിയും മക്കളെ? യവന്റെ പാസ്പോർട്ട് എങ്ങനെയാണ് അവളുടെ അടുത്ത് ചെന്നത്? അത് ആ മുത്തോണ്ണനെ കൊണ്ട് ഇട്ടതാണ്. മുത്തുവാ? മുത്തു എങ്ങനെയാണ് യവന്റെ പാസ്പോർട്ട് എടുത്ത് അവളുടെ കൈ കൊടുത്തത്? അത് ഞാൻ അന്വേഷിച്ചിട്ട് വന്ന് പണയാം. അവര് തമ്മിൽ എന്തൊക്കെയാ കണക്ഷനാണ് അത്. എന്തോന്ന് മാമി, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? പിന്നെ ഞാൻ അന്വേഷിക്കണ്ടേ? പ്രതീക്ഷിനെ ഇപ്പം എവിടെ ചെന്ന് നോക്കിയാ കിട്ടും? അത് പറ. ഓ, നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ല്, ഓഫീസിലോ? വാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. മക്കള് പോണാ? ചായ ഒന്നും കുടിക്കാൻ സമയമില്ല മാമി. ഓ, അത് കുഴപ്പമില്ല. നോക്കിയാണ് 3 തേങ്ങ കിടക്കുന്നടാ, ഒന്ന് പൊതിച്ചു തന്നിട്ട് പോയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടപ്പം കൂലിപ്പണിക്കാരനെ കണക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടേ. ബ്രാൻഡഡ് ഷർട്ട് പെണ്ണുമ്പുള്ളത് അടിച്ചതും പോരാ, ഇനി തേങ്ങ തോന്നിച്ചു തരാം. അപ്പൊ പോടുന്നു. നീ നടന്നു പോകുമ്പോഴേ ഈ ഷർട്ടിൽ കാക്ക നൂറിയ നീ എന്തോ ചെയ്യും? ഞാൻ പോയതിനു ശേഷം ആരെങ്കിലും കൊന്നാടി ഇവിടെ? ഓ അണ്ണൻ പോയതിനു ശേഷമാണ് ബിസിനസ് ഒക്കെ ഇത്തിരി കൊഴുത്ത് വന്നത്. കൊഴുപ്പിക്കുന്നവന്മാരൊക്കെ അവസാനം അടുക്കളയിട്ട് പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. പോ അണ്ണ, ഞാൻ ഈ പച്ചക്കറി കട നടത്തുന്ന കാര്യത്തിലല്ലേ പറയണത്. അണ്ണ എന്തോന്ന് കിടന്ന്. എന്നാ നിനക്കൊള്ളാം. എനിക്ക് ഇനിയും ജയിലിൽ പോകാൻ മടിയൊന്നുമില്ല, അറിയാലോ നിനക്കെന്നാ. ചുമ്മാ ഇരി അണ്ണ. അണ്ണ, ഞാൻ വിചാരിച്ച അണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നല്ല തടിച്ചു കൊഴുത്ത് ഗോവിന്ദ ചാമയെ പോലെ ഇറങ്ങുന്നു. ചേച്ചി, ഇവിടെ അടുത്തേ ഒരു രമണി ചേച്ചിയുടെ വീട് എവിടാന്നറിയോ? ഏത് രമണി? കാച്ചാണി രമണിയാണ്. അത് ഞാൻ തന്നെ മക്കളെ. എന്ത്? ആ ചേച്ചിയാണോ? ഓ, എങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ആരാണ്? ചേച്ചിയുടെ അടുത്തേ എനിക്ക് ആവശ്യമുള്ള സാധനം ഇരിപ്പുണ്ട്. അത് കിട്ടിയ ഞാൻ അങ്ങ് പോയേക്കായിരുന്നു. അണ്ണ എനിക്ക് അറിഞ്ഞൂടാരെന്ന്. നിനക്ക് അറിയാഞ്ഞിട്ടാണോ അവൻ നിന്നെ അന്വേഷിച്ച് ഇതുവരെ വന്നത്? അണ്ണ, ഈ കാച്ചാണി രമണി ഒരു തെറ്റും ചെയ്യൂലണ്ണ. നിന്റെ നമ്പർ നിന്റെ അല്ല ചേട്ടാ, രമണി ചേച്ചി പറഞ്ഞ കറക്റ്റാ. ചേച്ചിക്ക് എന്നെ അറിയത്തില്ല, പക്ഷേ ചേച്ചിയുടെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള സാധനം ഇരിപ്പുണ്ട്. ആ സാധനം കിട്ടിക്കഴിഞ്ഞ് ഞാൻ അങ്ങ് വിട്ടേക്കാം. എനിക്ക് അറിഞ്ഞൂടാ എന്തോന്നെന്ന്. എന്റെ പാസ്പോർട്ട് എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ് ഞാൻ പോയേക്കാം. ഞാൻ പറഞ്ഞു. പാസ്പോർട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ മുത്തോട്ടം പറയാതെ ഞാൻ തരൂല. പുതിയ ആള് മുത്തു, എന്റെ കസ്റ്റമർ. അണ്ണ, പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞ എന്റെ കസ്റ്റമർ. പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞ നീ തമ്മിൽ എന്തോ ഒരു ഇടപാടും ഇല്ല അണ്ണ. അയാളൊരു പാവം. നിർത്തിക്കേ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ പാസ്പോർട്ട് വന്നിട്ട് അങ്ങോട്ട് മാറിയെന്ന് വഴക്കൂടെ. നീ മിണ്ടായിരിക്കണം. അതെ, മര്യാദക്ക് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ തീരും, അല്ലെങ്കിൽ സീൻ വഷളാവും. മര്യാദ സംസാരിച്ച് എന്ത് ചെയ്യണം? എന്ത് ചെയ്യുന്നു? എന്റെ പൊന്നിരമണി, ഞാൻ എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചു. നീ എവിടായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നണ്ണ. എവാരടി? അണ്ണാ, ഇത് രഘു അണ്ണ. അണ്ണാ, ഇത് മുത്തു അണ്ണ. പക്ഷെ മുത്തുണ്ണ ഇതാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഇതെന്റെ കൊച്ചമ്മയുടെ ഇളയ മോൻ ചന്ദ്രകാശത്തില് തന്നെ. അല്ല, ഇത് ഏതരകൂ? അണ്ണാ, ഇതെന്റെ കെട്ടിയായി. ഹലോ, ഞാൻ ഒരുപാട് നാളായിട്ട് കാണണം വിചാരിച്ചിരിക്കായിരുന്നു. ജയിലിൽ ഇപ്പോഴും കഞ്ഞി തന്നെ. ചിക്കനും മട്ടനും ആക്കിയല്ലേ? രമണി, പാസ്പോർട്ട് ഒന്നും തരുമോ? പ്രതീക്ഷ നിന്റെ പാസ്പോർട്ടാണ്.
തന്നെ അയ്യോ അത് പറയണ്ട, ഞാൻ എപ്പോഴും എടുത്ത് തരുമായിരുന്നു മക്കളെ, തരുമായിരുന്നു. എന്റെ വെറ്റിലേത് സഞ്ചി തന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടാ. ശരി പിന്നെ പോയിട്ട് എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മഹാഭാവി വന്ന് നീ എത്ര ദിവസം ഇവിടെ കാണുമെന്തോ. ദൈവമേ, വീണ്ടും ഒരു കൊലക്കേസ് ഉണ്ടാക്കി ജയിലിൽ പോണേ. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ വന്ന കൃത്യസമയത്താണ്, അല്ലെങ്കിൽ ഞാൻ പന്നീനെ കൈവച്ചാണ്. വീണ്ടും അടി കൊണ്ട് കത്താനാ. താഴെങ്കോട്ട് ഏത് അയ്യോ താഴെ പാസ്പോർട്ടാ? അത് ഞാൻ കുഞ്ഞിന് തരൂല, കൊച്ചമ്മയ്ക്ക് ഞാൻ കൊടുക്കൂ. അണ്ണ വൃത്തി കാണിക്കരുത്, പാസ്പോർട്ട് വേണം. കൊച്ചമ്മ കിട്ടി, കൊച്ചമ്മ എന്തെന്ന് കിട്ടി, പാസ്പോർട്ട് കിട്ടി. കിട്ടിയാ? പക്ഷെ തട്ടിപ്പറിക്കാൻ നോക്കി, ഞാൻ വിട്ടില്ല. ആഹാ, അത് ശരി, മിടുക്കൻ. അണ്ണ പാസ്പോർട്ട് തന്നെ ഇത് തരില്ല. അണ്ണ ചുമ്മാ കളിക്കാൻ നിൽക്കരുത്, എന്റെ പാസ്പോർട്ട് ഇതാ. എവിടെ നിന്നാണോ എടുത്തത് ഞാൻ അവിടെ കൊണ്ടുപോയിക്കോളൂ. അത് ശരി, അഹങ്കാരം കാണാം. ഡാ, 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 ഡാ. ഞാൻ എടുത്തില്ല, എനിക്ക് പാസ്പോർട്ട് വേണം. അയ്യോ കൊച്ചമ്മ, പ്രതീക്ഷ അതേ വിടാനാ പറഞ്ഞേ. പാസ്പോർട്ട് വേണം. പ്രതീക്ഷ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, വിടാന്. എന്തോന്നാ കാണിക്കണം? അമ്മയ്ക്ക് വയ്യാതിരിക്കണം അറിഞ്ഞൂടി. അയ്യോടാ, അമ്മയ്ക്ക് വയ്യാത്തത് എന്തുവാടാ? അവനതുകൊണ്ട് എന്തുവാടാ പ്രശ്നം? ചത്താലും പ്രശ്നമില്ല. അങ്ങ് കൊടുത്തേടാ, എവിടെയോ കൊണ്ടുപോട്ടത്. എന്താ ഓ ഓ ഓ താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും നന്ദി ഈ ചെയ്തു തന്നതിനൊക്കെ. ഇനി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. ആ, അത് ഞാൻ ഈ വീക്ക് തന്നെ ദുബായിക്ക് പോവാ. എടാ, നീ ദുബായി പോയിട്ട് എന്തോന്ന് ചെയ്യാൻ പോവാണ്? മുന്നോട്ട് ജീവിക്കേണ്ട ചേട്ടാ, ഇവിടെ എത്രയെന്നും പറഞ്ഞ ഇരിക്കുക ഇങ്ങനെ. അതെ അതെ. ശരി അണ്ണാ, എടുത്തേ. അമ്മക്ക് എന്തെങ്കിലും പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ? ഞാൻ എന്തോന്ന് പറയാനാ? അപ്പൊ പോയിട്ട് വരട്ടെ, പോയിട്ട് വരുമ്പോ എനിക്ക് കുറച്ച് പറയാനുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞോളാം. അല്ല, ഇവിടെയുള്ള പണി അവിടെ ചെയ്യാതിരുന്നാ മതിയായിരുന്നു. അതെന്ന് തോന്നുന്നു. വെറുതെ ഇരിപ്പേ. അണ്ണാ, അവൻ കേക്കണ്ട. അയ്യോ കഷ്ടം. ഇവളിതെങ്ങോട്ടേ തുള്ളിച്ചാടി പോന്നേ? പ്രസവകുഞ്ഞിനെയും കൂടെ ഗൾഫിൽ പറഞ്ഞു വിടാനുള്ള പരിപാടിയായിരിക്കും. പറഞ്ഞു വിടട്ടടാ, അവൻ എങ്ങനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. എന്ത് ഇവിടെ കിടന്ന് അടി കൊള്ളുന്നത് ഇവിടെ നിന്ന്? അല്ല അമ്മ, ആ മക്കൾ എന്നാ പ്രതീക്ഷ വന്നാ? ഇല്ല, വന്നില്ലേ? ഇത്ര സമയത്ത് ഇവിടെ പോയി കിടക്കുന്നത് എങ്ങനെ അറിയുന്നു? ഞാനൊന്ന് വിളിച്ചു നോക്കാത്തത്? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ മുടിയാണ് വിളിച്ചിരുന്നു. ഓ, ഞാനാണ് അവൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്നെ വിളിച്ചു നോക്കാൻ. വേണ്ടേ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. എത്ര നാളായി നിങ്ങൾ ഇവിടെ വന്നിട്ട്? എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള വഴി നോക്കിയ. അവിടെ ആണെങ്കിൽ അക്കനെങ്കിലും അവന് പേടിയുണ്ട്. ഇവിടെ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. എന്തോന്നാണിത്? എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോണം, അല്ലെങ്കിൽ ശരിയാവൂല. ഒന്ന് അമ്മയ്ക്ക് അവിടെ വയ്യാണ്ടിരിക്കുക, ഞാൻ ഇല്ലാതെ പറ്റൂല. മക്കള് വന്നാ? ഇതെവിടെ ഇരുന്ന്? ആന്റി, ഒരു സാധനം തിരിച്ചു കൈ കിട്ടിയിട്ടുണ്ട്. എന്താന്ന്? പാസ്പോർട്ട്. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു എന്റെ ഇത് മിസ്സായെന്ന്. അതെനിക്ക് തിരിച്ചു കിട്ടി. ഇതാണാ? മിക്കവാറും മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് തന്നെ ഞാൻ ദുബായിക്ക് പോകും. ആ പാസ്പോർട്ട് ഇതാ. എനിക്ക് 1-2 കോൾസ് ചെയ്യാൻ ചെല്ലട്ടെ. താണ്ടേ അവൻ പോണെന്ന് പറയുന്നില്ല. ഉള്ളാണാ? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പോയി കഴിഞ്ഞാൽ അവൻ എപ്പ തിരിച്ചു വരും? എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാമ്മ. എനക്ക് ഒന്നും അറിഞ്ഞു തുടങ്ങി. പിന്നെ നീ എന്തിനാണ് അവന്റെ ഭാര്യ എന്നും പറഞ്ഞിരിക്കുന്നത്? ഒരു സമാധാനവും ഇല്ലല്ലോ. സുരഭി, മിക്കവാറും മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഞാൻ ദുബായിക്ക് പോകും. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് ജോബ് സെറ്റാക്കി എടുക്കാനാ പ്ലാൻ. സുരഭി,
ഡോ ഇന്നലെ വരെ തറ കിടന്ന ആള് ഇപ്പൊ എന്തിനാ ദേഹത്തോടാൻ വരുന്നത്? അണ്ണ ഇന്നലെ വരെ എന്റെ അടുത്ത് മിണ്ടൂലായിരുന്നല്ല. ഓ, പാസ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഇപ്പൊ വന്നത്. എല്ലാം മറന്നല്ലേ? അണ്ണ എവിടെ പോ, എന്റെ അടുത്ത് ഒന്നും പറയണ്ട. യാത്ര അയക്കാൻ ആരും വരുന്നുമില്ല ഇവിടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.